വെൽക്കം ടു ട്രേഡ് റൂട്ട്. നമുക്ക് യുഎസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ ഇന്നലെ നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഇപ്പോൾ വരച്ചു വെച്ചിരിക്കുന്ന ഒരു ലെവലാണ്. അതിന്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി മാർക്കറ്റ് ഇവിടേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ താഴോട്ടേക്ക് വരികയാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഉള്ളത്. ഇനി നമുക്ക് 1 അവറിലേക്ക് പോവാം. വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ചുകൾ ഒന്ന് നോക്കാം. ആദ്യം സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. 61.413, 61.969, അടുത്ത റെസിസ്റ്റൻസ് 63.786 ആൻഡ് 64.458, 65.638 ആൻഡ് 66.264. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിലുള്ളത്. ഇനി 50 മിനിറ്റ്സിലോട്ട് പോവാം. ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുമ്പോൾ ഈ ഇപ്പോൾ വരച്ചൊരു ലെവല് അത്യാവശ്യം മോശമില്ലാത്തൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുറച്ചുകൂടി താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്തൊരു ലെവലും കൂടി ഉണ്ട്. ഈ ഒരു ഏരിയയിൽ ഒരു അത്യാവശ്യം മോശമില്ലാത്തൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. അതുപോലെ ഇപ്പോൾ മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്ന ലെവല്, അതായത് ഈ ഒരു ലെവല് എന്ന് പറയുന്നതും അത്യാവശ്യം മോശമില്ലാത്ത ഒരു സപ്പോർട്ട് ഏരിയ ആണ്, റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഇവിടെ നിന്ന് സപ്ലൈ പല സമയത്തും സ്റ്റാർട്ട് ചെയ്തതാണ്. നോക്കിയാൽ കാണാം ഇന്നലെയും അവിടേക്ക് തന്നെ വന്നിട്ട് മാർക്കറ്റ് ചെറിയ രീതിയിൽ റിയാക്ഷൻ കാണിക്കുന്നു. സോ മാർക്കറ്റ് മിക്കവാറും എത്താൻ സാധ്യത ഉള്ളത് ഓൾറെഡി ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എത്താൻ സാധ്യത ഉള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയയിലേക്കാണ്. അതായത് ഒരു കൺഫർമേഷൻ തന്നിട്ടുണ്ട്. ഒരു റീടെസ്റ്റ് വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് ഈ റെഫ്യൂജിയിലേക്ക് വന്നിട്ട് താഴോട്ടേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ ലെവലിലേക്ക് വരെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ വന്നതിന് ശേഷം എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. റെഫ്യൂജി ഇവിടെ കാണുന്നുണ്ട്. റെഫ്യൂജിയിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ലെവല് ഈ റെഫ്യൂജി വരെയാണ്. ഈ റെഫ്യൂജി ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് വരെ നമുക്ക് വീണ്ടും എക്സ്പെക്ട് ചെയ്യാം. അല്ല ഇവിടെ നിന്ന് വീണ്ടും മാർക്കറ്റ് വീഴുകയാണെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് തന്നെ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഈ ഒരു ലെവൽ വരെയൊക്കെ സാധ്യത കാണുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അടുത്ത സപ്പോർട്ട് ഏരിയയിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇവിടേക്കൊക്കെ വരുന്ന സമയത്ത് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കൺഫർമേഷൻ എടുത്തിട്ട് ചെറിയ ട്രേഡുകൾ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ഏരിയാസ് ഇത്രയാണ്. പ്രൈസ് മൂവ്മെന്റുകളും സാധ്യത ഇത്ര തന്നെയാണ് കാണുന്നത്. ഇനി ഈ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ അടുത്തൊരു വലിയൊരു ടാർഗറ്റ് ഉണ്ട്. അവിടേക്കും എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എനിവേ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഏരിയാസ്. ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത്.